നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സംബന്ധിച്ച് തർക്കം, സ്ഥലത്ത് സംഘർഷാവസ്ഥ. ദില്ലിയിൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവം 5 പേർ കൂടി അറസ്റ്റിൽ. ഉയർന്നു വരുന്ന മറ്റു കായിക താരങ്ങൾക്കും ആത്മവിശ്വാസമേകും. ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ മനു ഭാകറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ സംബന്ധിച്ച് തർക്കം. വോട്ട് ഇന്ന് എണ്ണണമെന്ന് ഇടത് പാനൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കോടതി വിധി വന്ന ശേഷം മതി വോട്ടെണ്ണൽ എന്ന് VC. വോട്ടെണ്ണാൻ അനുവദിക്കില്ലെന്ന് BJP പ്രതിനിധികൾ. സ്ഥലത്ത് കനത്ത സുരക്ഷ ഒരുക്കി പോലീസ്. ദില്ലിയിൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. കോച്ചിംഗ് സെന്റർ ഉടമയും കോർഡിനേറ്ററും നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇനി കായിക വാർത്ത. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ മനു ഭാകറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണെന്നത് ഈ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. രാജ്യത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഈ മെഡൽ നേട്ടം ഉയർന്നു വരുന്ന മറ്റ് കായിക താരങ്ങൾക്കും ആത്മവിശ്വാസമേകുമെന്നും അദ്ദേഹം കുറിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.